ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് കൽബ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചത് രഞ്ജിത്ത് സജീവ്, നേഹ നസ്നിൻ, അങ്ങനെന്താ പേര് ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല, സോറി. സിദ്ദിഖ് ക, ലെന, ശ്രീധന്യ ചേച്ചി. ഇടയ്ക്ക് ഒരു സീരിയലൊക്കെ വന്നതാണ്, അത് ഞാൻ പറയണില്ല സീരിയലിൻ്റെ പേരൊന്നും. ഞാൻ ആ സീരിയൽ കണ്ടിട്ടൊന്നുമില്ല, ഒരു പരസ്യം കണ്ടാണ്, അതെന്തിലോട്ട്. പിന്നെ അബു സലീം, ജാഫർ ഇടുക്കി എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാജിദ് യഹിയയാണ്. മീൻസ് നമ്മുടെ ഇടി സിനിമയിലൂടെ അതിൻ്റെ ഡയറക്ടർ, അങ്ങനെ ആക്ടറും കൂടിയാണ്. അത് ഞാൻ പറയുന്നില്ല, അത് നല്ലൊരു ആക്ടറും കൂടിയാണ്. അയാളുടെ വേറെ മീൻസ് നമ്മുടെ ഇതിലുണ്ട്, അയ്യോ ബാംഗ്ലൂർ ഡേയ്സിലുണ്ട്, മറ്റേ ഫ്ലാഷ് ബാക്ക് പറയണം അങ്ങേരാട്ടോ. അങ്ങേരാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഇരിക്കുന്നത്. മ്യൂസിക് പ്രകാശ് അലക്സ്, വിമൽ നസർ എന്നാണ് ഈ തിരിയണത്, എനിക്ക് കറക്റ്റ് വായിക്കാൻ കിട്ടിയില്ല, സോറി. പിന്നെ എന്തറിയാണ്, ഇവരൊക്കെയാണ് മ്യൂസിക്. പിന്നെ എന്താണ് നിഹാൽ സാദിഖ് എന്നിവരാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബാബു ആണ്. മീൻസ് അടികപ്പേര് വിട്ടുമണി ആടി സീരീസ് അതൊക്കെ അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇതിലൊരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു, വെളിപാടിൻ്റെ പുസ്തകം സിനിമയിൽ. പിന്നെ ആട് സീരീസിലെ സർവ്വസമീർ കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഫെലിച്ചാൻ്റെ മങ്കിപ്പൻ അങ്ങനെയായിരുന്നു റിലീസ് ചെയ്തത്, അതെന്താ കേട്ടോ. പക്ഷേ നൈസ് പടങ്ങളായിരുന്നു. എന്തോ പടം പറയാൻ മറന്നേ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി, സൂപ്പർ ലവ് സ്റ്റോറി എന്ന് പറയാം. അതിൽ നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമ. ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഒരു സ്റ്റാർട്ടിങ്ങിൽ മീൻസ് ഇതിൽ ഒരു സ്വിറ്റ്സർലാൻഡിലുള്ള ഏതൊരു മദാമയായിട്ടും ഇവന് ലവ് ഉണ്ടാവും. പിന്നെ അത് തേക്കെന്ന് അത് വരെ ഒരു മദാമയാണെങ്കിൽ ഒരു പോണ്ടിച്ചേരി ആയിട്ട് ലവിലെന്നറിയാകുമ്പോൾ ഇവൻ്റെ ഒരു ശോകപ്പാട്ടും അത് വരെ ഒന്ന് കട്ട് ചെയ്യായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് കഴിഞ്ഞ പടം സൂപ്പർബാണ്, സെക്കൻഡ് ഹാഫും സൂപ്പർബാണ്. പിന്നെ ഒരു അവസാനത്തെ ഒരു 30 minutes ഉണ്ട്, അത് എത്ര പേര് കണ്ടിട്ട് കരഞ്ഞു പോയെന്നൊന്നും എനിക്കറിഞ്ഞൂടെ. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും, ലാസ്റ്റാണ് ഞാൻ കരഞ്ഞത് ക്ലൈമാക്സിൽ. അവസാനത്തെ 30 minutes ഒരുപാടൊന്ന് കരയാനുണ്ട്. അത് എത്ര പേര് അത് കണ്ട് കരയാൻ ചാൻസ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വരണം ആയിരം സൂര്യയുടെ പടം, പിന്നെ ഗജനിയിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഏതായിരുന്നു, പിന്നെ ക്ലാസ്മേറ്റ്സിൽ നമ്മുടെ നരനും പിന്നെ വേറെ നടി ഉണ്ടായിരുന്നല്ലേ, അവളുടെ പേര് ഞാൻ മറന്നു പോയിട്ടാ, ഒരു തട്ടൊട്ടൊരു പെണ്ണ്. അവർ രണ്ടുപേരുടെ കെമിസ്ട്രി, പക്ഷെ അത് കംപ്ലീറ്റ് ആയിപ്പോട്ടോ, അത് എനിക്ക് വിഷമമുണ്ട്. പിന്നെ എന്നിൻ്റെ മൊയ്തീൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതിനൊരു പട്ടിക തന്ന് ഇങ്ങനെ എഴുതേണ്ടി വരും. പിന്നെ സീതാരാമം, അങ്ങനെ സീതാരാമൻ അമരൻ, പിന്നെ സീതാരാമനും അമരനും എന്നിൻ്റെ മൊയ്തീനും ബയോപിക്സാണ്. അതുകൊണ്ട് കരയാനുണ്ട്, കുറച്ചും നല്ലോണം കരയാനുണ്ടാവും. പക്ഷെ അന്ന് ഈ കാര്യത്തിൽ പീക്ക് എന്നിൻ്റെ മൊയ്തീൻ, അമരൻ, ഗജനി, പിന്നെ ഇത് വരണമായിരം, ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഹിന്ദി ഗജനി ഞാൻ പറയാൻ മറന്നു കേട്ടോ, ഹിന്ദി ഗജനി അതിലും അങ്ങനെ നല്ല കാര്യമുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ പടങ്ങളിൽ ഞാൻ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ തോന്നിക്കുന്നൊരു സിനിമകളാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. ആർക്കെങ്കിലും സ്പോയിലർ അടിക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ സ്പോയിലർ അടിക്കാം. പടത്തിലോട്ട് വരാം. പടം ഇൻകംപ്ലീറ്റ്, ഞാൻ പറഞ്ഞില്ല, ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറിയാണ്. അതിന് പറ്റുന്നത് എന്താണോ അത്, മീൻസ്
അതെങ്ങനെ നന്നാക്കാം, അത് എങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്രാവശ്യം അല്ല ഈ സിനിമയിൽ സജിത് യഹിയ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് നൈസായിട്ട് അടിപൊളിയായിട്ട് നെയിൽ ചെയ്തിട്ടുണ്ട്, മീൻസ് അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മ്യൂസിക്കും BGMവും നൈസായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 പേരെന്തോആണ് ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അവർ 3 പേരും നല്ലോണം ചെയ്തിട്ടുണ്ട്. BGMവും മ്യൂസിക്കും നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇനിയും വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്യണം. മീൻസ് ഫിലിംസ് ആൻഡ് പങ്കിപ്പനും അടിക്കപ്പേര് കൂട്ടുമണിയും ആട് സീരീസൊക്കെ ഇങ്ങനെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതേപോലത്തെ ഒരു ഇത് എന്താ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് മറ്റേത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മറ്റേ അടിക്കപ്പേര് കൂട്ടുമണിയുടെ കന്നഡ റീമേക്ക് അബ്ബബ്ബേ എന്നെന്തോ പറഞ്ഞിട്ട് അതിങ്ങനെ തന്നെ. പക്ഷേ എനിക്കത് ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ തമിഴ് റീമേക്കിനെ ബെറ്റർ, അത്രേ പറയുള്ളൂ. ഞാൻ തമിഴ് റീമേക്കിൻ്റെ കാര്യം ഞാൻ പറയണില്ല, ഞാൻ വില തെറിയും പിടിക്കുക. അത് പറയും. ഇനിയും എനിക്ക് വീണ്ടും പറയാനുള്ളത്, വീണ്ടും പറയാണ്, വിജയ് ബാബു സാർ ഇനിയും ഇതേപോലത്തെ നല്ല പടങ്ങൾ പ്രസൻറ്റ് ചെയ്യണം, മീൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്യും വേണം. അതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോൾ തിരിഞ്ഞുപോയി. പിന്നെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് അവർക്ക് പറ്റുന്നത് എന്താണോ അത് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസസ് വൈസ് നല്ലൊരു പടമാണ്. നല്ലോണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു പടം കണ്ടിട്ട് കരയണമെന്നോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ പടം അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. എന്നാൽ മീൻസ് ഒരു പടം കണ്ടിട്ട് മീൻസ് 3 പോലത്തെ ഒരു പടമാണ്. 3 ഒരു ജേണറിലുള്ള കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. 3 പോലത്തെ ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി എന്ന നിലയിൽ ഒരു പടം കാണണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെ അത് രണ്ടും ഒന്നെന്നാണെങ്കിൽ ഇപ്പോൾ എന്നാൽ ഡെഡിക്കേറ്റ് ചെയ്യുക, അത്രേ ഞാൻ പറയുള്ളൂ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കത് പെടും എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്കിഷ്ടപ്പെടുന്ന വിധത്തിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമായിപ്പോയി. മീൻസ് എൻ്റെ ഫ്രണ്ട്സിനും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടത് ഇന്ന് എന്തോ തുടങ്ങി ഞാൻ കാണാൻ തുടങ്ങി, 12 മണിക്ക് കാണാൻ തുടങ്ങി, 2:30 തീർന്നു. എന്തായാലും മീൻസ് ഇതിലാണ് കണ്ടത് കേട്ടോ, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്താണ് കണ്ടത്. ഞാൻ പ്രൈമിൽ വന്ന കാര്യം അറിഞ്ഞില്ല, പ്രൈമിൻ്റെ ചാർജ് തീർന്നു ഉണ്ട്. അതെന്താ കേട്ടോ. എന്തായാലും എനിക്കിത്ര പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 267 ആയിട്ടുള്ളൂ. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ.